റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നായിരുന്നു ട്രംപിൻ്റെ ഒരു ആജ്ഞ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ഉദാരമായിട്ട് ഇളവുകളോടുകൂടി നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. റഷ്യ പറഞ്ഞു ഫ്രീ ആയിട്ട് വേണേലും തരാം, വന്ന് വാങ്ങിക്കോ എന്നുള്ളതാണ് റഷ്യയുടെ ഒരു നയം എന്ന് പറയുന്നത്. റഷ്യക്ക് നമ്മളെയും വേണം, നമുക്ക് റഷ്യയെയും വേണം, നമുക്ക് അമേരിക്കയെയും വേണം. പക്ഷേ അമേരിക്കയുടെ ഇത്തരം നയങ്ങളുമായിട്ട് തല കുമ്പിട്ട് ഓച്ചാനിച്ച് നിന്ന് പോകാൻ ഇന്ന് ഇന്ത്യയെ കിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ നയങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയെ തന്നെ പടുകുഴിയിൽ എത്തിച്ചു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള വാണിങ്ങുകൾ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് നേരെ ഉയർന്നു വരുന്നുണ്ട്. പല ലോക പ്രശസ്ത ഇക്കണോമിസ്റ്റുകളും എല്ലാം തന്നെ ട്രംപിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്ന് പറയുന്നുണ്ട്. 2 ഫെഡറൽ കോടതികളിൽ നിന്ന് ഉത്തരവ് വന്നു, ഈ നയം ശരിയല്ല. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്ന് എന്താണ് ഉത്തരവ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ട്രംപിയൻ നയങ്ങൾ ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അത് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇതൊന്നും ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെ അല്ല, മറിച്ച് അമേരിക്കയെ തന്നെ ഇത് ബാധിക്കുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറയുകയാണ്. സത്യത്തിൽ അമേരിക്ക ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ഈ ഏതാണ്ട് $34 ട്രില്യൺ കടത്തിൽ നിന്ന് അതിൻ്റെ അങ്ങേയറ്റം വരെ പോയിരിക്കുന്നു. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധമെന്ന് പറഞ്ഞാൽ അത് സത്യമാവും. സത്യമാണ്. ഇപ്പം അമേരിക്ക ഈ ട്രംപ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശിക്കുന്നത് ആൾക്കാരുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. അയാൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്ക നാശത്തിലേക്ക് പോയി. ട്രംപ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നാശമല്ല ഇത്. 34 ട്രില്യൺ അല്ലെങ്കിൽ ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്, അല്ലെങ്കിൽ അത്രയും തന്നെ ബില്യനാണെന്ന് തോന്നുന്നു. ബില്യൺ അത്രയും GDPക്ക് അപ്പുറം കടമുണ്ട്, ആഭ്യന്തര കടമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇന്നലെ വന്നതല്ല, ട്രംപിൻ്റെ മുമ്പേ ഇരുന്നവരൊക്കെ ഉണ്ടാക്കിയെടുത്ത കടമാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഒക്കെ ശരിയാക്കാം എന്നുള്ള രീതിയിലാണല്ലോ ഇലക്ഷൻ മത്സരിച്ചത്, വ്യക്തത വരുത്തി ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അയാളെ കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ അതിനു വേണ്ടിയുള്ള ഒരു പണിയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ പണി മൊത്തം പാളിയെന്ന് പറഞ്ഞാൽ ഇയാൾ നമ്മൾ തമാശയായിട്ട് പറഞ്ഞില്ല, അമേരിക്കക്കാരുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ അമേരിക്കയെ ഈ ഇല്ലായ്മ ചെയ്ത ഒരു ഭരണാധികാരി എന്ന് പോലും എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇയാൾ ഈ നയം മാറ്റിയില്ലെങ്കിൽ. കാരണം ഇയാൾ എടുക്കുന്ന നയങ്ങൾ മൊത്തം ഉൾട്ടയടിക്കുക, അമേരിക്കയ്ക്ക് നാശമാകുന്ന രീതിയിലേക്കാണ്. ഇപ്പം ആദ്യത്തെ അവസ്ഥയിൽ ഇയാൾ വ്യാപാര കരാറുകളും ഇയാൾ താരിഫുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലായിടത്തും താരിഫ് കൊണ്ടുവന്നപ്പോഴും താരിഫിനകത്ത് മര്യാദ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ആലോചിച്ച് തീരുമാനം എടുക്കണമെന്നൊക്കെ പല രാജ്യങ്ങളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം ഇയാൾ ഒരു വ്യാപാര കരാറുമായിട്ട് വന്നിട്ട് വ്യാപാര കരാർ അയാൾക്ക് ഉതകുന്ന രീതിയിലേക്ക് വരാത്തപ്പം അയാൾ ആദ്യമേ ഇന്ത്യക്കെതിരെ ഒരു താരിഫാണ്. ഇന്ത്യക്കെതിരെയുള്ള താരിഫ്, അതുപോലെ തന്നെ പണം പോകുന്ന താരിഫിൻ്റെ കാരണം ഞാൻ പറയുക, പണം പോകുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത് യുദ്ധമാണ്. ഇപ്പം നടക്കുന്ന യുദ്ധത്തിനകത്ത് അയാൾ പറയുന്നത് 2 യുദ്ധത്തിനകത്തും അമേരിക്കയ്ക്ക് പണം ചിലവുന്നുണ്ട്. ഒന്ന് ഇസ്രായേലിൻ്റെ യുദ്ധം ഈ പറയുന്നതൊക്കെ നിർത്താൻ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് അതിനകത്ത് ചിലവുണ്ടെന്നും അല്ലെങ്കിൽ അമേരിക്കയെ സഹായിച്ചേ മതിയാവത്തുള്ളൂ പല ഘട്ടങ്ങളിലും. അതുപോലെ തന്നെയാണ് റഷ്യ-യുക്രൈൻ യുദ്ധം. ഈ 2 യുദ്ധത്തിനകത്തും അവർക്കുണ്ടാകുന്ന അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ഉണ്ടാകുന്ന ചിലവ്, റഷ്യ-യുക്രൈൻ യുദ്ധത്തിനകത്തും ഫുൾ ചിലവതാണ്. മറ്റേതാണെങ്കിൽ പിന്നെ അവർ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയും. ഇതും കൊണ്ടൊരു കാര്യമില്ല. കാര്യമൊക്കെ ഉണ്ട്, അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് യുദ്ധം നിർത്തണം. അപ്പം അതും ഒരു സാമ്പത്തിക ചിലവാണല്ലോ, യുദ്ധത്തിന് സഹായമാകുന്നത് അമേരിക്ക ആകുമ്പോൾ. അപ്പം അതിനനുസരിച്ച് ഇയാൾ ഈ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഇത് കൂട്ടിയിണക്കി താരിഫ് കൊണ്ടുവന്നതിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവർക്കും താരിഫ് കൊണ്ടുവന്നു. നമുക്ക് താരിഫ് ആദ്യമൊക്കെ ഈ ചെറുതായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഫേവർ ചെയ്തുകൊണ്ട് നിന്നു. അപ്പം ആ ഒരു രീതി വന്നപ്പോൾ ഇന്ത്യക്ക് താല്പര്യമായി, അല്ലെങ്കിൽ അത് തന്നെയായിരുന്നു നല്ലത്. അതിനുശേഷം ഇയാളുടെ ചില താല്പര്യങ്ങൾ, അത് വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയായിട്ട് ട്രംപ്. അതിനകത്താണ് പരാജയം പറ്റി. പിന്നെ നമുക്ക് കേൾക്കുന്നത് വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ വലിയ അനൗൺസിംഗ് ഇല്ലാത്തൊരു വാർത്തയാണ് ഇയാളെ ഈ യുദ്ധം നിർത്തിയ ആളായിട്ട് ഇയാൾക്ക് നോബൽ സമ്മാനം വേണം. അതിന് പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യയോട് പറഞ്ഞു, അല്ലെങ്കിൽ അതിനു മുമ്പും നരേന്ദ്രമോദി പറഞ്ഞു അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന പണിയല്ല, കാരണം അയാളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത്. അതാണ് ഇയാളുടെ ഒരു കാരണമെന്ന് പറയുന്നു. എന്തുമായാലും ഇയാൾ കൊണ്ടുവന്ന താരിഫ് അതിന് അയാൾ പറയുന്ന യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുന്നു എന്നാണ്. അതും നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരു കാര്യമില്ല. ഈ റഷ്യയെ സഹായിക്കുന്നതിനകത്ത് ഇന്ത്യയും ചൈനയും കൂടുതൽ പണം അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ മേടിക്കുന്നതിന് ചിലവാക്കുന്നത് ശരി തന്നെ. പക്ഷേ ഈ സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിച്ചാരാ? ട്രംപ്. നേരത്തെ ഈ യുദ്ധം ഉണ്ടായ സമയത്ത് ട്രംപിന് മുൻഗാമിയായിട്ടിരുന്ന ബൈഡനാണ്. അതായത് ലോകത്തിനകത്ത് ഈ ക്രൂഡ് ഓയിൽ വില
ഒരു മൊണോപ്പൊളിയുടെ കയ്യിൽ മാത്രമാവും, GCC രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാവും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മാത്രം ക്രൂഡ് ഓയിൽ മേടിച്ചാൽ ലോകത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ 4 ഒന്നാണ് റഷ്യ. അപ്പോൾ ഇവിടുന്ന് മേടിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് മേടിച്ചു, നമുക്ക് പിന്നെ ലാഭത്തിൽ കിട്ടി, കച്ചവടം വൃത്തിയായിട്ടാണ്, അപ്പോൾ നമ്മൾ പിന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇങ്ങനെ മേടിക്കണമെന്ന് പറഞ്ഞതും ലോകത്തെ നിലനിർത്തിയതും അല്ലെങ്കിൽ ഈ പണപ്പെരുപ്പം ഉണ്ടാവാതിരിക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് പൈസ മുടക്കി ക്രൂഡ് ഓയിൽ മേടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ നിന്ന് കൊടുത്താൽ. ഇപ്പോൾ ഈ കാരണം കണ്ടുപിടിക്കുക അല്ലേ, പറഞ്ഞതുപോലെ ഒരു കാര്യം പറയണമല്ലോ, അതിന് പറഞ്ഞു ഇവനും അന്നേരം മേടിച്ചുകൊണ്ടിരിക്കുക. ഈ യൂറോപ്യൻ യൂണിയൻ 50% ക്രൂഡ് ഓയിലും ഗ്യാസും ഇപ്പോഴും ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. നിർത്താൻ പറ്റത്തില്ല പ്രജിതേ. എങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക, കണക്ട് ചെയ്ത് കിടക്കുക. അവിടുന്ന് അവരുടെ ഊർജ്ജ പ്രതിസന്ധി വന്നാൽ അവിടെ രാജ്യം മുന്നോട്ട് പോകുമോ? അവിടെ ഗ്യാസ് ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ നാട്ടുകാരെല്ലാം കൂടെ റോഡ് ഇറങ്ങിയിട്ട് ഏത് രാജ്യം, ഫ്രാൻസിൻ്റെ ആണെങ്കിൽ ഫ്രാൻസിൻ്റെ ഭരണാധികാരിയുടെ അടുത്തോട്ട് ഇല്ലത്തില്ലേ, ജർമ്മനിയുടെ ആണെങ്കിൽ ജർമ്മനിയുടെ അടുത്തോട്ട് ഇല്ലേ. നമ്മുടെ വീട്ടിൽ 2 ദിവസം ഗ്യാസ് ഇല്ല വരട്ടെ, ആദ്യം പിണറായിയെ പറയും, അത് കഴിഞ്ഞിട്ട് മോദിയെ പറയും, റോഡിലെ ആൾക്കാർ 10 ദിവസം കഴിയുമ്പോൾ ഇറങ്ങത്തില്ലേ. ഇതിനെക്കാട്ടി സ്പീഡിലാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്തെ മുൻനിർത്തി വെക്കുന്നത്. ഇത് യുക്രൈനിൽ പോലും നമ്മൾ കൊടുക്കുക, റഷ്യയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ നമ്മൾ വഴി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ താരിഫ് ഏർപ്പെടുത്തി പറഞ്ഞു, താരിഫ് എന്ന് പറയുന്ന താരിഫ് ഏർപ്പെടുത്തരുത്. അത് നിങ്ങൾ ഈ സാമ്പത്തിക വിദഗ്ധർ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വലിയ നമ്പർ 1 കോടീശ്വരനൊക്കെ ആയിരിക്കും, അല്ലെ നമ്പർ 1 രാജ്യമൊക്കെ ആയിരിക്കും. അത് 50 കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പം അത് നിങ്ങളിൽ നിന്നുള്ള 10-35 പേര് വരുന്നുണ്ടാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ അതിനകത്ത് പട്ടിണിക്കാർ ഇതുപോലെ ഉണ്ട്. നമ്മൾ വിശ്വസിക്കത്തില്ല, ഇവിടുത്തെ ഭിക്ഷക്കാർ നമ്മുടെ റോഡിൽ പോകുമ്പോൾ കൈ നീട്ടത്തല്ലേ ഉള്ളൂ. ഭിക്ഷക്കാരിപ്പോൾ റോഡിലില്ല, വളരെ കുറവാണ്. അവിടെ $1 10-15 കൊല്ലം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്, $1 മോട്ടിക്കുന്ന ഭിക്ഷക്കാരെ ഒരു ദിവസം 1000 പേരെ അറസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ എത്രയൊക്കെ ദാരിദ്ര്യമുള്ളവനുണ്ട്. അപ്പം അവിടെ ഈ ഇടനിലക്കാരൻ ഈ മേടിക്കുന്ന സാധനം ഒന്ന് നമ്മുടെ ഇവിടുന്ന് ചെല്ലുന്നത്, ഒന്ന് ചൈനയിൽ നിന്ന് ചെല്ലുന്ന സാധനമാണ്. നമ്മുടെ സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവർ ഈ പൈസ കുറച്ചുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇത് പെട്ടെന്ന് ഇതിന് 50% കൂട്ടി ഇപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരന് 150 രൂപയ്ക്കല്ലേ മേടിക്കാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് വാങ്ങൽ ശേഷി അവർക്ക് 150 രൂപയ്ക്ക് മേടിക്കുമ്പോൾ നേരത്തെ 2 കിറ്റ് മേടിക്കുന്നതിന് 200 രൂപ ആക്കുന്നത് ഇപ്പോൾ 300 ആവും. അവനപ്പോൾ 1.5 കുറ്റിയേ മേടിക്കത്തുള്ളൂ. അപ്പോൾ 2 എണ്ണം പോകത്തില്ല. ഇതിനകത്തുനിന്ന് ആ ഒരു കുറവ് വരുന്നതുകൊണ്ടും നഷ്ടമല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമല്ല അവിടുത്തെ ആൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ താരിഫ് ഞാൻ പറഞ്ഞു, താരിഫ് വേണ്ട, അവിടെ പണപ്പെരുപ്പം ഉണ്ടാക്കും, താരിഫ് ഉൾട്ട അടിച്ചു. രണ്ടാമത് ഇയാൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെ പുറയിൽ പോയത്, IT കമ്പനിയിൽ ഔട്ട്സോഴ്സിങ്ങിനെ പറ്റി പോയി. അതിന് തീരുമാനം എടുത്തില്ല. ഔട്ട്സോഴ്സിങ് ഇപ്പോൾ അവിടെ നിർത്തിയാൽ എൻ്റെ പറഞ്ഞ ഈ ഗൂഗിൾ പോലെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് പല രീതിയിലുള്ള ഈ ഔട്ട്സോഴ്സിങ് കമ്പനിയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എവിടെയാണ് നിൽക്കുന്നത്? അമേരിക്കയിലാണ്. അവിടുത്തെ ഒരു അമേരിക്കക്കാരനെ ജോലിക്ക് വെച്ചാൽ 3 ലക്ഷം രൂപ കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യക്കാരനെ അവൻ കൊണ്ടുപോയി ജോലിക്ക് കൊടുക്കുന്നത് സ്നേഹം കൊണ്ടൊന്നും അല്ല, സൗന്ദര്യം കണ്ടുകൊണ്ടും അല്ല. അവൻ ഇവനെ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഉള്ളവൻ്റെ തലമണ്ടയും കൂടെ അവൻ ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവിടെ നേരത്തെ പരിശോധിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള പണി ചെയ്യാൻ അവിടുത്തെ ആൾക്കാർ തയ്യാറല്ല. കാരണം അവർക്ക് ശാരീരികമായിട്ട് ദോഷം ചെയ്യും. മനസ്സിലായി, തലച്ചോറിനും ദോഷം ചെയ്യും, ശരീരത്തിനും ദോഷം ചെയ്യും. അതുകൊണ്ട് അവർ ഇവരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഔട്ട്സോഴ്സിങ് നിർത്തിയാൽ അമേരിക്ക അങ്ങ് നിർത്തുകയാണ്. അവിടുത്തെ കമ്പനിക്കല്ലേ പ്രശ്നം, കമ്പനിക്ക് ഇരട്ടി ബാധ്യത വരത്തില്ലേ? അവൻ ആ ഔട്ട്സോഴ്സിങ് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്യിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവൻ വേറെ ഓപ്ഷൻ നോക്കും. ഒരുപക്ഷെ അവൻ ഇന്ത്യയിലേക്ക് കമ്പനി ഔട്ട്സോഴ്സിങ് വേണ്ട, ഇന്ത്യയിലേക്ക് കമ്പനി മാറ്റും. അപ്പോൾ ഫേസ്ബുക്കൊക്കെ അങ്ങനെ ചിന്തിച്ചോ, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കമ്പനി തുടങ്ങി. അപ്പോൾ അതും ആർക്കും മനസ്സിലാവും. ആ കമ്പനിക്കാർ, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ കമ്പനി, ആപ്പിളുകാരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആപ്പിളിൻ്റെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ കൊടുക്കുന്ന 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന, ചെയ്യുന്ന 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഫോൺ നിങ്ങൾ പറയുന്നത് ഇവിടെ കൊണ്ടുവച്ച് ചെയ്യാം. നിങ്ങൾ ഇവിടെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ച് ചെയ്താൽ ഇവിടുത്തെ ചിലവും ഇവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ആ ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ 3 ലക്ഷം രൂപ ഇത് എവിടെ വയ്ക്കാൻ പറ്റും? അതുകൊണ്ട് നടക്കത്തില്ല. ഏത് ട്രംപ് പറഞ്ഞാലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ബിസിനസ്സുകാരൻ അങ്ങനെയല്ലേ നോക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഈ ഔട്ട്സോഴ്സിങ് ഇപ്പോൾ ഏറ്റവും വന്ന് വിസയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ വിസയുടെ കാര്യം പറഞ്ഞാൽ ആരെയായി വിസ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു? ഇതുപോലുള്ള ബുദ്ധിയുള്ളവനെയും കഴിവുള്ളവനെയും നമ്മുടെ ഇവിടുത്തെ ഈ വിസ നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല. അവിടെ ചെല്ലുന്ന ഇത്തരത്തിലുള്ള വിസയിലെ എണ്ണം നോക്കുമ്പോൾ 70% 78% നമ്മുടെ ആൾക്കാർ. കാരണം ഇവിടെ കൊള്ളാവുന്നവരുണ്ട്, തലച്ചോറുള്ളവനുണ്ട്, തലമണ്ട ഉള്ളവനുണ്ട്. അവന് കൂടുതൽ കാശ് കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. അവൻ അവിടുത്തെ സോഴ്സ് അങ്ങ് അടച്ചാൽ എന്ത് ചെയ്യും? അവൻ ജോലി ചെയ്യാതിരിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, പ്രജിത ഇപ്പം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവിടോട്ട് വരണ്ട. പ്രജിത എന്തോ നാളെ കാലത്തെ പണി നിർത്തുമോ? അവിടെ ചിലപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്നിടമായിരിക്കും. പ്രജിത 75,000 കിട്ടുന്ന ഇടത്തോട്ട് നോക്കും. അപ്പോൾ 25,000 ഒക്കെ പോകുന്നല്ലേ ഉള്ളൂ. അതുപോലെ ഇവിടുത്തെ ഈ നിർത്തിയാൽ അവൻ അവിടെ നിർത്തും. ഇത് നിർത്തുകൊണ്ട് എന്തോ ഗുണമെന്നുള്ള കാര്യം അറിയാമോ? ഇപ്പോൾ ഇതിനെ വെച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് ആ പ്രയോജനം ഇല്ലാതാവും. മാത്രമല്ല പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ചെയ്യും. ഈ കമ്പനികൾ അവിടുന്ന് പൊക്കിയെടുത്ത് അവർക്ക് അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാനൊക്കത്തില്ല. വലിയ ബിസിനസ് അവൻ ആ കമ്പനി എടുത്തുകൊണ്ടുവന്ന് ഇവർക്ക് പ്രാപ്തമായിട്ടുള്ളടുത്ത് ഇവനെ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോട്ടും കൊണ്ടുവരും. അത് എവിടോട്ട് കൊണ്ടുവരും? ഒന്നെങ്കിൽ ഇന്ത്യ കൊണ്ടുവരും.
ഇയാൾ കാണിക്കുന്ന വിഡിത്തമായ പറയുന്നത് ഇന്ത്യയെ കൊണ്ട്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തപ്പെട്ട് ബാക്കി രാജ്യങ്ങൾ നിൽക്കുക, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അമേരിക്കയിൽ എല്ലാവരും പോകാൻ നിൽക്കുന്നത് ശമ്പളവും കൂടുതൽ കിട്ടും, ജീവിത സാഹചര്യം കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ അതുകൊണ്ട് പോകാൻ നിൽക്കുന്നു. ഇത് അവിടെ നടക്കത്തില്ലെന്നുകൊണ്ട് കാണുമ്പോൾ വേറെ രാജ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രയോജനപ്പെടുത്തില്ലേ, മറ്റു പല രാജ്യങ്ങളും പ്രയോജനപ്പെടുത്തും. ജർമ്മനി പോലും പറഞ്ഞില്ലേ, പറഞ്ഞു നമ്മൾ ഇവിടുന്ന് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഉദാഹരണത്തിന് കേരളത്തിലോട്ട് ആൾക്കാർ ജോലി ചെയ്യാൻ പറ്റുന്നത്. അവിടെ 300 രൂപ കിട്ടുന്നിടത്ത് ഇവിടെ 1000 രൂപ കിട്ടും. ജോലി 2 രൂപയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ അപ്പം ഇവിടെ ഇനി വരാൻ പറ്റത്തില്ലെന്ന് കാണുമ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ പോകത്തില്ലേ, അല്ലെങ്കിൽ വേറെ എവിടെ യുപിയിലോട്ട് പോകത്തില്ലേ. 500 മതി, എന്നാലും പണിയുണ്ടല്ലോ. അല്ല, പണി ഉണ്ടായോ ഒക്കുമല്ലോ, പണിയുണ്ടേ. അപ്പോൾ ഇത് രീതിയിൽ അപ്പോൾ ഇത് ഞാനീ പറഞ്ഞു വന്നു, ഇയാളൊരു അന്ത്യക്രിസ്തുവായിട്ട് മാറുക. ഇയാൾ വിചാരിക്കുന്നത്, ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ ആർക്കും പറ്റത്തില്ല, അതൊക്കെ അങ്ങ് മാറി. ഈ പറയുന്നത് പോലെ ഇവിടുത്തെ പുതിയ സർവേ അനുസരിച്ച് നമ്മൾ പറയുമല്ലോ, ഇപ്പം GCC രാജ്യങ്ങളിലും ഗൾഫിലും മറ്റിടത്തും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുള്ളവർ ചോദിച്ചു നോക്കണം പ്രജിത. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പോയിട്ടുള്ളവൻ്റെ അവിടുത്തെ ജീവിത സാഹചര്യം ഒന്നും മിച്ചമില്ല, മൊത്തം അവിടെ തീർന്നേ ഒക്കത്തുള്ളൂ. 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 2 ലക്ഷം രൂപ ശമ്പളം അങ്ങ് 1,40,000 രൂപ ഓടെ കൈ കിട്ടും. ബാക്കി എത്ര? ബാക്കി മൊത്തം അവിടുത്തെ ടാക്സാണ്, അവിടുത്തെ വാടക, അവിടുത്തെ ഭക്ഷണ ചെലവ്. പിള്ളേരെയൊക്കെ കല്യാണം കഴിച്ചു നമ്മളവിടെ പിള്ളേരെയും പഠിപ്പിച്ച് സംവിധാനമൊക്കെ ആയിട്ട് അവിടെ കഴിയാം. ഇങ്ങോട്ട് കൊണ്ടുവന്ന് പണ്ടത്തെ കൂട്ട് നമ്മളറിയാമല്ലോ, ഗൾഫിൽ പോയി ആ കൊച്ചാട്ടം വരുന്നുണ്ട്, അവിടെ 4 ഏക്കർ റബ്ബറും തോട്ടം മേടിച്ചു, ഇവിടെ 5 ഏക്കർ കണ്ടം മേടിച്ചു. പണ്ട് പോയതെല്ലാം ഞങ്ങൾ, ഇതൊന്നും ഇപ്പം നടക്കുന്നില്ല. പോയവനൊക്കെ തിരിച്ചു വരാത്തതിൻ്റെ കാര്യം ഒന്നും അറിയാം, വരാൻ പറ്റത്തില്ല, പെട്ടുപോയി. ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് ജീവിക്കുക, പിന്നെ അവൻ്റെ കുഞ്ഞുങ്ങളും അവിടെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും മറ്റ് പലയിടത്തുമൊക്കെ പഴയ പോലുള്ള സംവിധാനങ്ങളില്ല. ഈ മാത്രമല്ല, ഇതിനേക്കാട്ടിൽ ഉപരി ഒരു 20 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് 2 കൊല്ലം മുമ്പ് സർവേ ഞാൻ വായിച്ച, അറബികൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന രീതിയിലേക്ക് പോകും. കാരണം അതേ രീതിയിൽ ഇന്ത്യ ഡെവലപ്പായിക്കൊണ്ടിരിക്കുക. നമ്മളൊന്നും ഇതുവരെ നമ്മുടെ രാജ്യത്ത് നമ്മളൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, എന്നിട്ടാണ് ഇത്രയും ഡെവലപ്മെൻറ്റ്സ്. നമ്മുടെ പ്രദേശങ്ങൾ UPയിലൊക്കെ പല പ്രദേശങ്ങളും കാട് കയറി കിടക്കുക, തമിഴ്നാട്ടിൽ കിടക്കുക, ഈ കേരളത്തിലേ ഉള്ളല്ലോ അവിടെയൊക്കെ ഫാക്ടറികളും മറ്റ് സംവിധാനങ്ങളും ഇതെല്ലാം കൂടെ നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വികസിപ്പിച്ച് വരുമ്പോൾ ഇവിടുത്തുകാർക്ക് ജോലി ചെയ്യാം, വെളിയിലൊക്കെയുള്ള ജോലി. അപ്പം ഇതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനം മൊത്തം. മനസ്സിലല്ലേ? ആദ്യത്തെ താരിഫ് കൊണ്ട് നമുക്കുണ്ടായ ഗുണമെന്തോ, അമേരിക്കയിലേക്കൂടെ കയറ്റുമതി ചെയ്യാൻ വെച്ചിരുന്ന സാധനം കൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി വേണി കണ്ടെത്തി. ഇനി നാളെ കാലത്ത് അമേരിക്ക വ്യാപാരക്കാരൻ റോക്കെയാന്ന് പറയുന്നു, ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും. അപ്പോൾ 2 വിപണിയായോ. ഇപ്പോൾ ഈ ഔട്ട്സോഴ്സിങ് അവിടെ നിൽക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം അവയർനെസ് ആവും, അവർ കണ്ടെത്തും. അപ്പം വീണ്ടും ഔട്ട്സോഴ്സിങ്ങിൻ്റെ അത് വരുമ്പോൾ ഈ 2 ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ജോലി സാധ്യതയായോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അതായത് അമേരിക്ക വാതിലടച്ചപ്പോൾ ഒരാളെ വാതിലടച്ചുള്ളൂ, പക്ഷെ നമുക്ക് മുമ്പിൽ തുറന്നത് അനേകായിരം വാതിലുകളാണ്. നമുക്ക് മുമ്പിൽ വാതിൽ അടയുകയല്ല, തുറക്കുകയാണ്. മാത്രമല്ല ഈ പറയുന്ന ആൾക്കാർ ഇവിടെ തന്നെ നിന്ന് ജോലിക്ക് വേണ്ടി തരാൻ തുടങ്ങി. അവർ ഇതുവരെ എങ്ങനെയും യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കട്ട ഇവിടെ വന്നില്ല, ഇവിടെ കിടക്കാം, ശീലിച്ചു പോയതല്ലേ. ഇപ്പൊ അവൻ ആ ഓപ്ഷൻ മാറ്റി. മറ്റൊരു കാര്യം കൂടി സംഭവിക്കും സാർ, കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യുവാക്കളില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഇപ്പം ചുമ്മാ പറയാതെ, അതാണ് ലോകം ഭയക്കുന്നത്. 55-60% യുവാക്കളും വിദ്യാർത്ഥികളും ഇവിടെ ഭയങ്കര സ്റ്റാർട്ടപ്പുകളും മറ്റേ സംവിധാനവും ഒക്കെ തുടങ്ങി ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ളവനാണ് യൂറോപ്പ്, ഏഷ്യ, മറിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവനൊക്കെ ആ തീരുമാനം മാറ്റി. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇന്ത്യയുടെ വികസനം പിടിച്ചാൽ കിട്ടാത്തോളം പോകുന്നത്. അപ്പോൾ ഇതുപോലെ അപ്പം ഞാൻ പറഞ്ഞു വന്നില്ലേ, ഔട്ട്സോഴ്സിംഗുകാർ ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യം തിരക്കുന്നതിന് വരാം. ഇന്ത്യയിൽ തന്നെ സാധ്യത ഉണ്ടല്ലോ. സാധ്യത ഉണ്ടോയെന്ന് അവന് അടയുമ്പോൾ തിരക്കി വരുമ്പോൾ ഇവിടെ സാധ്യതയുണ്ട്, ഇന്ത്യ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും, അതായത് ഒരു അന്ത്യക്രിസ്തുവായിട്ട് ഒരുപക്ഷെ മാറുന്നു. പിന്നെ മാത്രവുമല്ല, നമ്മുടെ ഇതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു നിപ്പുണ്ടല്ലോ, ഇയാൾ ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നിന്നപ്പോൾ നമ്മൾ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. അതോടുകൂടി എന്തുപോയി, അമേരിക്ക പെട്ടു. ഇന്ത്യ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതേ ക്രമത്തിൽ എല്ലാവരും നിൽക്കാൻ തുടങ്ങി. G7 രാജ്യങ്ങൾ നിൽക്കാൻ തുടങ്ങി, യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കാൻ തുടങ്ങി, നാറ്റോ നിൽക്കാൻ തുടങ്ങി. ഈ പറയുന്ന G7-ഉം G7-ഉം GCC നിന്നില്ല. ഇപ്പം ട്രംപ് ഇതുവരെ നിൽക്കാത്ത ഒരു GCCയുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ഞാനും സൗദിയെ വരെ വെല്ലുവിളിച്ചു തുടങ്ങി. അപ്പം അവർക്കും കഴിയും, അല്ലെങ്കിൽ നടക്കും, നിന്നാ കൊക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ട്. അപ്പം അതേ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു. അതായത് ഈ പറയുന്ന ലോകക്രമത്തിൽ നിന്ന് അമേരിക്ക ഔട്ടാകും. മനസ്സിലാവുന്നില്ലേ ഈ ഒരു പോക്ക്? ഇനി അയാൾക്ക് സ്റ്റോപ്പ് ചെയ്താലും അയാൾ പഴയ പ്രതാപത്തിലേക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പാണ്. അപ്പോൾ ട്രംപ് അമേരിക്കയുടെ അന്ത്യക്രിസ്തു. ഇപ്പം ഗോർബച്ചോവ് തോന്നുന്നില്ലല്ലോ, നമ്മുടെ റഷ്യയുടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം കൊണ്ടാകുന്നല്ലോ ഈ റഷ്യ അല്ല സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത്.
ഇയാളും ചിലപ്പോൾ ചരിത്രത്തിന് താഴെ ട്രംപ് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നാശത്തിൻ്റെ തുടക്കക്കാരൻ, അല്ലെങ്കിൽ ആ നയങ്ങൾ എന്നൊക്കെ വേണ്ടി എഴുതി വരണം. അമേരിക്കയിൽ നമ്മൾ വിചാരിക്കുന്നവരല്ല, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അമേരിക്ക നാടൻ ഭാഷയിൽ പറഞ്ഞ അളുമ്പായി. അവിടെ നേരത്തെ ഡീസൻ്റുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഊന്നിയുള്ള കാര്യങ്ങളുടെ പരസ്പര മത്സരമാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇവനെ കാച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുമെന്നുള്ള രീതിയായി. അതേ രീതിയിൽ അതുപോലെ താഴെത്തട്ടിൽ ജനങ്ങൾ തെരുവിലായി. പ്രക്ഷോഭമൊക്കെ ഉരുത്തിരിക്കാൻ പറ്റും. മാത്രമല്ല ഈ പ്രക്ഷോഭം ഉരുത്തിരിക്കാൻ ബാഹ്യശക്തികൾക്ക് വളരെ കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു രാജ്യമായി. പല സ്റ്റേറ്റുകളിലും ഇത് പേടിച്ച് പട്ടാളത്തെ ഇറക്കി നിർത്തിയിരിക്കുക ട്രംപ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയ്ക്ക് അളുമ്പായി. ഇന്ത്യയിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ഇപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ഇവിടെയും കുത്തിയിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് എണീക്കുക. മനസ്സിലാവുന്നുണ്ട്? ഒരു നിൽക്കട്ടെ, അതിനുവേണ്ടി സമയമില്ല, ഒരു 4 കൊല്ലം കൂടെ കേട്ട് ഇന്ത്യ പ്രക്ഷോഭം ആവശ്യമില്ലാത്ത മുദ്രാവാക്യം പോലും വിളിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതാണ് ഇപ്പം അമിത്ഷാ എടുത്തിരിക്കുന്ന തീരുമാനം. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള തീരുമാനം. എന്നുവെച്ചാൽ ഇത് അതിൻ്റെ പുറകിലൊരു അമിത്ഷാ അല്ല, ഇതെല്ലാം തീരുമാനിക്കുന്നതിൻ്റെ പുറകിൽ വല്ലാത്തൊരു ബ്രെയിനുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവരുടെ പുറകിൽ നിൽക്കുന്ന RSS തന്നെയാണ്. ഇതൊക്കെ ഇന്ന ആൾക്കാർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ തീരുമാനിച്ചു കൊടുക്കുന്ന വേറെ ആൾ. കാരണം രാജ്യത്തിന് ഗുണം, ലോകത്തിന് ഗുണം. കാരണം ഒരു രാജ്യത്തെ തകർക്കാൻ പറ്റുന്ന സോഴ്സുകൾ കണ്ടെത്തി അതില്ലായ്മ ചെയ്യുക. കാരണം അവർക്ക് മാത്രം ലാഭമുള്ള ഒരു ജോലി അവർ ചെയ്യുന്നത്. രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ജോലി അല്ലല്ലോ, തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രംപിൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അയാളൊരു പുങ്കനാണ്. അയാളെ പുറകിൽ നിന്ന് ആരെങ്കിലും മൂട്ടിക്കൊടുക്കുകയാണോ? നമ്മൾ പറയുന്നുണ്ടല്ലോ ഡീപ് സ്റ്റേറ്റ്. ഇനി ഇയാളുടെ പുറകിൽ ഏതെങ്കിലും രാജ്യമോ ഡീപ് സ്റ്റേറ്റോ ഉണ്ടോ എന്നറിയാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിക്കാത്ത കാര്യങ്ങൾ അറിയാനൊക്കൂ. എന്തായാലും എല്ലാം പോക്കും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അമേരിക്കയെ തകർക്കുന്ന പോക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.